അവിട്ടം, ചതയം, പുരോരുട്ടാതി ഈ 3 നക്ഷത്രക്കാരെ സംസാരിക്കുന്ന സമയത്ത് കുറച്ച് ശ്രദ്ധയോടുകൂടി അവരുപയോഗിക്കുന്ന പദങ്ങളൊക്കെ ശ്രദ്ധയോടുകൂടി പറയുക. അതല്ല എങ്കിൽ ഇവർക്ക് അപവാദങ്ങൾ കേൾക്കുവാനുള്ള ഒരു യോഗം കൂടി കാണുന്നുണ്ട്. രണ്ടാമത്, ഇത്തരത്തിൽ അപവാദമാണ് ഇത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിൽ മനപ്രയാസപ്പെടാതിരിക്കുക. ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് ഈ വർഷം പൊതുവെ നല്ലതായിട്ടാണ് പറയുന്നത്. എന്ത് ദോഷങ്ങളാണെങ്കിലും ഗുരുവായൂരപ്പനെ സങ്കല്പിക്കുക, ഗുരുവായൂരിൽ സമർപ്പിക്കുക. ഒരുപാട് ദോഷങ്ങൾ മാറിക്കിട്ടും. ഇത് ഒരുപാട് പേരുടെ അനുഭവങ്ങളാണ്. ഈവൻ എൻ്റെ അനുഭവങ്ങളുണ്ട്. ടീച്ചറെ, അടുത്ത നക്ഷത്ര കൂട്ടങ്ങൾ ഏതൊക്കെയാണ്? ഈ പറയുന്ന ലാസ്റ്റ് നമ്മൾ കഴിഞ്ഞതിൽ നിന്നും ഒരുപാട് തിരുവോണം വരെയാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അതെ, അവിട്ടം, ചതയം, പൂരോരുട്ടാതി ഈ 3 നക്ഷത്രങ്ങളുടെയാണ് പറയുന്നത്. അപ്പോൾ ഇതും കുറച്ച് ശ്രദ്ധിക്കേണ്ട വർഷമാണ്. ഇത് ഇതുവരെ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനവനെ ചുറ്റിപ്പറ്റിയുള്ള ആളുകൾ. അപ്പോൾ എൻ്റെ കുടുംബാംഗങ്ങളായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ രക്തബന്ധമുള്ള ആരുമായിക്കോട്ടെ, എനിക്ക് പ്രിയപ്പെട്ട എൻ്റേത് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളുകൾ. അങ്ങനെ ഓരോ വ്യക്തികൾക്കും ഉണ്ടാകുമല്ലോ. അത് വളരെ അടുത്ത സുഹൃത്തുക്കളായിരിക്കാം, ബന്ധുക്കളായിരിക്കാം, വളരെ അടുപ്പം തോന്നിയ ഗുരുജനങ്ങളായിരിക്കാം, പരിചയക്കാരായിരിക്കാം. നമുക്ക് ഇതെൻ്റേതാണ് അല്ലെങ്കിൽ ഈ വ്യക്തി എൻ്റേതാണ് എന്ന് ചിന്തിക്കുന്ന, അത് എന്താണ് നമ്മളെപ്പോഴും പറയാം, കമിതാക്കൾക്കാണ് അങ്ങനെ തോന്നുക എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല. ഇപ്പം ഒരുപാട് നമുക്ക് ഞാൻ എൻ്റേത് എന്ന് വിശ്വസിക്കുന്ന എൻ്റെ കുട്ടികളെ ഞാൻ എൻ്റേത് എന്ന് വിശ്വസിക്കുന്നുണ്ട്, എൻ്റെ സുഹൃത്തുക്കളെ എൻ്റേത് എന്ന്, എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരെ എൻ്റേത് എന്ന് വിശ്വസിക്കുന്നുണ്ടാവും. അങ്ങനെ ആത്മജനങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരു വർഷമായിട്ടാണ് ഈ വിഷുഫലം അത് വെച്ചിട്ട് നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തന്നോട് ചേർന്നിരിക്കുന്ന വ്യക്തികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുക. തീർച്ചയായും അവർക്കുള്ള ബുദ്ധിമുട്ട് സ്വയമേവ ഏറ്റെടുക്കുക. ഇത് മലയാളികളുടെ ഒരു പൊതു സ്വഭാവമാണ്. നമ്മളോടൊപ്പമുള്ള ആളുകളെ, മലയാളികളുടെ എന്നല്ല, നമ്മുടെ ഒരു ഭാരതത്തിൻ്റെ ഒരു സംസ്കാരം അങ്ങനെ തന്നെയാണ്. എനിക്ക് പ്രിയപ്പെട്ടവരെ എല്ലാം എൻ്റേതായിട്ട് തന്നെ കരുതുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് പ്രിയപ്പെട്ട ആളുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു വർഷമാണ്. പിന്നെ അതുകൂടാതെ തന്നെ ഈ 3 നക്ഷത്രക്കാര് അവിട്ടം, ചതയം, പുരോരുട്ടാതി ഈ 3 നക്ഷത്രക്കാരെ സംസാരിക്കുന്ന സമയത്ത് കുറച്ച് ശ്രദ്ധയോടുകൂടി അവരുപയോഗിക്കുന്ന പദങ്ങളൊക്കെ ശ്രദ്ധയോടുകൂടി പറയുക. അതുപോലെ എവിടെയൊക്കെ യാത്ര ചെയ്യുന്നു, ആരോടൊക്കെ ഇടപെടുന്നു എന്നൊക്കെയുള്ളത് ഒരു ശ്രദ്ധ എല്ലായിടത്തും കൊടുക്കുന്നത് നല്ലതാണ്. അതല്ല എങ്കിൽ ഇവർക്ക് അപവാദങ്ങൾ കേൾക്കുവാനുള്ള ഒരു യോഗം കൂടി കാണുന്നുണ്ട് ഈ വർഷം. അപ്പോൾ കുറച്ച് ശ്രദ്ധിക്കുക. ഏർപ്പെടുന്ന വ്യക്തികൾ, പറയുന്ന വാക്കുകൾ, എവിടെയൊക്കെ പോകുന്നു വരുന്നു തുടങ്ങിയില്ല. അതായത് അപവാദം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ, നമ്മൾ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയുക, നമ്മൾ ചെയ്യാത്തൊരു കാര്യം ചെയ്തു എന്ന് പറയുക. ഇത് കൂടാതെ തന്നെ മറ്റൊരു തരത്തിലുമുണ്ട്. നമ്മൾ ചെയ്തിട്ടുണ്ടാകും, നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും, നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ടാകും. ആ പ്രവർത്തിക്കുന്ന സമയത്ത് അത് ശരിയായിരുന്നു, പറഞ്ഞ സമയത്ത് അത് ശരിയായിരുന്നു, ചെയ്ത സമയത്ത് അത് ശരിയായിരുന്നു. പക്ഷേ പിന്നീടൊരു സന്ദർഭത്തിൽ മറ്റൊരു രീതിയിൽ ഇതിനെ വളച്ചൊടിച്ച് വരിക. ഇങ്ങനെ വരുമ്പോഴും അപവാദം ഉണ്ടാകും. അപ്പോൾ ഇത് ഏതൊക്കെ വ്യക്തികളിലേക്കാണ് നമ്മൾ പറയുകയും ചെയ്യുകയും ചെയ്യുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇതിനെ വളച്ചൊടിക്കാൻ സാധ്യതയുള്ള സ്ഥലത്താണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ശ്രദ്ധിക്കുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഇത്തരത്തിൽ അപവാദമാണ് ഇത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിൽ മനപ്രയാസപ്പെടാതിരിക്കുക. അത് നമുക്ക് ചെയ്യാൻ പറ്റും. ബാക്കിയൊക്കെ നമ്മളുടെ ഒപ്പമുള്ള ആളുകളുടെ കയ്യിലാണെങ്കിലും അപവാദമാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നീട് അതേപ്പറ്റി വിഷമിക്കണ്ട, ഇത് അപവാദമാണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. തന്നെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ബോധപൂർവമുള്ള ശ്രമമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനെ മൈൻഡ് ചെയ്യാതിരിക്കുക. ആ വഴിക്കത് കുറേ പൊയ്ക്കോളും. കൂടാതെ സഞ്ചാരക്ലേശവും കൂടി ഇവർക്ക് പറയുന്നുണ്ട്. അപ്പോൾ യാത്രയൊക്കെ ദൂരയാത്രകളൊക്കെ നമുക്ക് നേരത്തെ കൂടി കണക്കാക്കി തന്നെ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടൊക്കെ യാത്ര ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇടയിലുള്ള ചെറിയ ചെറിയ ക്ലേശങ്ങൾ സാരില്ല. യാത്ര എന്ന് പറയുന്നത്, യാത്ര ഇഷ്ടമല്ലാത്ത വ്യക്തികൾക്ക് യാത്ര എപ്പോഴും ക്ലേശകരം തന്നെയാണ്. എങ്കിലും കുറച്ചൊന്ന് ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വർഷമാണ്. ഈ വിഷുഫലം ഇങ്ങനെയാണ് വരുന്നത്. ടീച്ചർ പറയുന്നത് പോലെ ഈ സൂചനകൾ, അതായത് ഇപ്പം സാധാരണ നമ്മളൊരു ലാർജ് ഓഡിയൻസിലേക്കോ ലാർജ് ക്രൗഡിലേക്കോ പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ പറയുന്നതായിരിക്കില്ല നമ്മളെ കൂടെ നിൽക്കുന്ന നല്ല സുഹൃത്തുക്കൾ കേൾക്കുക. അത് വേറൊരാളിലേക്ക് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരാം. അതൊരു അപവാദമായി വരാം. അപ്പോൾ കുറച്ചുകൂടെ ചിലപ്പോൾ ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അത് ഇങ്ങനൊരു സൂചന കിട്ടുമ്പോൾ നമ്മുടെ ഓരോ സംസാരവും നമ്മൾ ശ്രദ്ധിക്കും. അപ്പോൾ ഈ നക്ഷത്രക്കൂട്ടങ്ങൾ അല്ലെങ്കിൽ ഈ നക്ഷത്രത്തിൽ വരുന്നവർ
കുറച്ചുകൂടെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ വളരെ വലുതാണ്. നമുക്ക് അടുത്ത നക്ഷത്രങ്ങളിലേക്ക് പോകാം. തീർച്ചയായും. ഇനി നമ്മളുടെ ഉത്രട്ടാതി, രേവതി 2 നക്ഷത്രക്കാരുടേതാണ് ഈ വിഷു ഫലത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കണക്ക് അതൊരു ഗ്രൂപ്പായിട്ടാണ് വരുന്നത്. ഈ ഗ്രൂപ്പുകാർക്ക് ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് ഈ വർഷം പൊതുവെ നല്ലതായിട്ടാണ് പറയുന്നത്. വിഷുക്കോടിയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ഓണക്കോടിയോ മാത്രമല്ല, വിഷുക്കോടിയൊക്കെ ഒന്നിലധികം പേരിൽ നിന്നും വിഷുക്കോടി കിട്ടാനൊക്കെ സാധ്യതയുണ്ട്. അതായത് വസ്ത്രാഭരണാദികളുടെ ലാഭം ആണ് പറയുന്നത്. അപ്പോൾ അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളൊക്കെ പലതും കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ആഭരണങ്ങൾ, സ്വർണത്തിനൊക്കെ വലിയ വിലയാണ്. എങ്കിലും സ്വർണം തന്നെ ആകണമെന്നില്ല, എങ്കിലും അവർക്ക് അലങ്കാര സാമഗ്രികളൊക്കെ കിട്ടാനായിട്ട് അതൊക്കെ ഉപയോഗിക്കാനുള്ള അവസരം കിട്ടിയാൽ മാത്രം പോരല്ലോ, ഇത് ഉപയോഗിക്കാനുള്ള ഒരു സന്ദർഭം കൂടി ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ അതിനൊക്കെയുള്ള ഒരു വർഷമായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ പൊതുവെ ഒരു സമ്പൽ സമൃദ്ധിയും ഒരു സജ്ജനങ്ങളുടെ ഒരു ബഹുമാനവും ഒക്കെ കിട്ടുന്നതായിട്ട് ഒരു ശുഭകരമായിട്ടുള്ള വിഷുഫലത്തെയാണ് ഈ 2 നക്ഷത്രക്കാരിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ 27 നക്ഷത്രക്കാർക്കും എല്ലാവർക്കും ഈ വിഷു ഫലം എന്ന് പറയുന്നത് കുറച്ചൊക്കെ പ്രതികൂലത നമ്മൾ പറയേണ്ടി വന്നു എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ പറഞ്ഞതുപോലെ ഈശ്വര വിചാരത്തോടു കൂടിയിട്ട്, സൽക്കർമ്മത്തോടു കൂടിയിട്ട്, നല്ല വാക്കുകളും നല്ല ചിന്തകളും നല്ല പ്രവൃത്തിയും, ഈ 3 കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നന്മ മാത്രമാണ്. ആത്യന്തിക കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഒക്കെ ഇടയിലിടയിൽ സംഭവിച്ചാൽ പോലും ആത്യന്തികമായിട്ടുള്ള ഫലം ഒരു ടോട്ടാലിറ്റിയിലേക്കാണ് നമ്മളുടെ ശ്രദ്ധ എപ്പോഴും കൊടുക്കേണ്ടത്. ആ ടോട്ടാലിറ്റി എന്ന് പറയുന്നത് ഗുണപരമായിട്ട് തന്നെ സംഭവിക്കുള്ളൂ. അതിന് യാതൊരു സംശയമില്ല. പൂർണ്ണത്രയീശനും ഗുരുവായൂരപ്പനും ഒക്കെ അനുഗ്രഹിക്കട്ടെ. ഈ ടീച്ചർ പറഞ്ഞ ലാസ്റ്റ് 2 നക്ഷത്ര കൂട്ടങ്ങൾ ഈ പറയുന്ന ഒരുപാട് പവർഫുള്ളായിട്ടുള്ള സമയങ്ങളാണ് ഈ വർഷം വരുന്നത്. പൊതുവേ ഇതല്ലാതെ തന്നെയും ഞാൻ 1-2 ജ്യോതിഷന്മാരോട് സംസാരിക്കുന്ന സമയത്തും എസ്പെഷ്യലി രേവതി നക്ഷത്രമൊക്കെ ഒരുപാട് നല്ല കാലങ്ങളാണ് വരുന്നത്. അവർക്ക് സന്തോഷമായിരിക്കട്ടെ, അവരനുഭവിക്കുന്ന ആ മാനസിക സന്തോഷങ്ങൾ ബാക്കിയുള്ളവരെയും കൂടെ സഹായിക്കാനൊരു മനസ്സുണ്ടാകട്ടെ. ഈ 2025-26 വിഷു ഫലങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ പൊതുവെ ഒരുപാട് പേർക്ക് നല്ല നല്ല ഗുണങ്ങൾ ഉണ്ടാകുകയും അതിനു പുറമെ മാനസിക വിഷമങ്ങൾ ഉണ്ടാകുമെന്നൊരു സൂചന കൊടുത്ത നക്ഷത്രങ്ങൾ പോലും, ആ നക്ഷത്രക്കാർ പോലും അവർക്ക് അടുത്തൊരു പ്രിക്കോഷൻസ് എടുത്ത് ജാതക വിശകലനം നടത്തി നന്നായിട്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. അതിലുപരി എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ, ഗുരുവായൂരപ്പനെ പോയി കാണാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ. എന്ത് ദോഷങ്ങളാണെങ്കിലും ഗുരുവായൂരപ്പനെ സങ്കല്പിക്കുക, ഗുരുവായൂരിൽ സമർപ്പിക്കുക. ഒരുപാട് ദോഷങ്ങൾ മാറിക്കിട്ടും. ഇത് ഒരുപാട് പേരുടെ അനുഭവങ്ങളാണ്. ഈവൻ എൻ്റെ അനുഭവങ്ങളുണ്ട്. പേഴ്സണലി പറയുകയാണെങ്കിൽ ഗുരുവായൂരപ്പനെ നമ്മൾ പൂർണ്ണമായിട്ടും സങ്കല്പിച്ച് അവിടെ സമർപ്പിച്ച് കഴിഞ്ഞാൽ ഒരു സംഭവം നമ്മളെ ബാധിക്കില്ല. അപ്പോൾ ഈ വിഷുഫലത്തിനകത്ത് ഈ വളരെ മോശം സമയം എന്ന് പറയുന്നതിനകത്ത് കേൾക്കാൻ വളരെ വിഷമമുണ്ട്. പക്ഷേ ആ നക്ഷത്രക്കാർക്ക് പോലും ഉറപ്പായിട്ടും ഗുരുവായൂരപ്പൻ അവരുടെ കൂടെ ഉണ്ടാവും. അടുത്ത വർഷം അവർക്ക് നല്ലൊരു ഫലം തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ പറയുന്ന ജ്യോതിഷം തെറ്റായ പ്രഡിക്ഷൻസ് ആണെന്ന് ആരും പറയേണ്ട സാഹചര്യം വരരുത്. കാരണം അവർക്കൊരു സെൽഫ് റിയലൈസേഷനായി അവരുടെ വിശ്വാസപ്രകാരം ഗുരുവായൂരപ്പനെ വിളിക്കുകയാണെങ്കിൽ ഈ ദോഷങ്ങൾ വളരെ നല്ലൊരു ജീവിതമായി മാറാൻ അനുഗ്രഹം ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം. നമസ്തേ. ജ്യോതിഷ സംബന്ധമായ സേവനങ്ങൾക്ക് ജാതകം, മുഹൂർത്തം, പൊരുത്തം, അതിലുപരി നമ്മൾ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ എന്താണോ എന്ന് നിങ്ങൾക്കറിയുവാൻ നമ്മുടെ പാനലിലെ വിദഗ്ധന്മാരായ ജ്യോതിഷന്മാരുടെ സേവനം നിങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട്. അതായത് നമ്മൾ ജനിക്കുന്ന സമയത്തുള്ള ജനന സമയം, ജനന തീയതി, ജനന സ്ഥലം ഒരുപാട് പേർക്ക് അത് അറിയാം. പക്ഷേ ജനന സമയത്തിൽ ചെറിയൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ദശയിൽ മാറ്റം വരാം, നമ്മുടെ ഗ്രഹസ്ഥിതിയിൽ മാറ്റം വരാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കൊടുക്കുന്ന സമയമാണ് ഒരു ജ്യോതിഷൻ എടുക്കുക. അപ്പോൾ ജ്യോതിഷൻ നമുക്ക് 100% തെറ്റു പറയാൻ പറ്റില്ല. ഈ ജ്യോതിഷൻ്റെ കഴിവാണ് നമ്മുടെ ഫ്യൂച്ചർ പ്രഡിക്ഷൻസ് എന്ന് പറയുന്നത്, അല്ലേ? സാധാരണ രീതിയിൽ ഒരു ജാതകം, ഒരു ജ്യോതിഷൻ, ഒരു ദൈവജ്ഞൻ ചെയ്തെടുക്കാൻ എടുക്കുന്ന സമയം 3 മണിക്കൂർ മുതൽ 4 മണിക്കൂറാണ്. പക്ഷേ ഇപ്പോഴത്തെ കാലത്തിൽ ഓൾമോസ്റ്റ് എല്ലാ ജ്യോതിഷന്മാരും നിരന്തരമായി പല രീതിയിലുള്ള സോഫ്റ്റ്വെയറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 100% പ്രഡിക്ഷൻസ് കറക്റ്റാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. 100% അതിൻ്റെ കാൽക്കുലേഷൻസ് പൂർണ്ണമായിട്ടും കറക്റ്റാണ്. ഈ കാൽക്കുലേഷൻസ് എടുത്തിട്ട് ജ്യോതിഷന്മാർ പൂർണ്ണമായും നിങ്ങളെ ഒരു വഴികാട്ടിയായി, നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ ഇരുട്ടത്തൊരു ടോർച്ചായിട്ടാണ് നമ്മുടെ കൂടെ ജ്യോതിഷന്മാരെന്ന് നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും നല്ല ജ്യോതിഷന്മാരുള്ള കേരളത്തിൽ പൂർണ്ണമായും
നമ്മുടെ ജാതകം അനലൈസ് ചെയ്യാനും നമ്മുടെ ജീവിതത്തിനെ അടുത്ത ലെവലിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകാനുമുള്ള ജ്യോതിഷന്മാർ നമ്മുടെ പാനലിലുണ്ട്. നിങ്ങൾക്ക് ജ്യോതിഷപരമായ എന്ത് സേവനങ്ങൾക്കോ പൂജാപരമായ എന്ത് സേവനങ്ങൾക്കോ അതിലുപരി വാസ്തു വളരെ പ്രാധാന്യമുള്ള സംഭവമാണ്. വാസ്തു സംബന്ധമായ സേവനങ്ങൾക്കോ നമ്മുടെ പാനലിലെ ജ്യോതിഷന്മാരുമായിട്ട് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. നന്ദി, നമസ്കാരം.